ഹലോ അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് ഒരു മാസത്തിന് മേലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പൊ ഞാൻ ഇത് 2 കപ്പിന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര നാൾ സൂക്ഷിച്ചു വെക്കണോ അത്രയും ചെയ്യാം. 3-4 കപ്പ് വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാവും നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ പിന്നെ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, എല്ലാവരുടെ കയ്യിൽ എല്ലാം ഒന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടുള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പൊ അധികം അങ്ങോട്ട് എരിവ് ഉണ്ടാവില്ല. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വേണ്ടി വരും നമുക്ക്. നമ്മൾ പുട്ടൊക്കെ ഒന്ന് കുഴച്ചെടുക്കില്ലേ, അതേപോലെ നമുക്ക് നല്ല നനവ് വേണം പൊടിയിൽ. അപ്പൊ അത്രത്തോളം ഒഴിച്ചു കൊടുക്കുക. ഇതിന്റെ കറക്റ്റ് പരവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കില്ലേ, അതുപോലെ നമുക്ക് ഈ മാവ് വെച്ചിട്ട് ഉണ്ട പിടിക്കാൻ പറ്റണം. പക്ഷെ ഉണ്ട തൊടുമ്പോൾ അത് പൊടിഞ്ഞു പോവുക വേണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ദേ ഇതുപോലെ നമുക്ക് ഉണ്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റണം. എന്നിട്ട് നമ്മൾ തൊടുമ്പോൾ അത് ഇതേപോലെ പൊടിഞ്ഞു പോകണം. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് പരുവം. അപ്പൊ ഇത്രയും നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതുപോലെ നനച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സാധാരണ വെള്ളം ഉണ്ടല്ലോ, നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത്. കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അങ്ങനെയാകുമ്പോൾ ഒട്ടും തന്നെ ഇതിൽ ഓയിൽ കുടിക്കില്ല. അപ്പൊ നന്നായിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പക്ഷെ ഞാൻ വെക്കുന്നൊന്നുമില്ല, ഇപ്പൊ തന്നെ ചെയ്തെടുക്കാണ്. ഞാൻ ഇതുപോലെ തന്നെ വേറൊരു സ്നാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ റവയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ റവയൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കുറേ നാൾ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഇതൊരു 4 പീസാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പൊടിയൊന്നും ഇടേണ്ടി വരില്ല. കാരണം നമ്മൾ ഇത്രയും ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് നനച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊടി ഇട്ടിട്ട് പരത്തേണ്ടി വരില്ല. നന്നായിട്ട് നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് വെറുതെ അങ്ങ് പരത്തി എടുത്താൽ മതി. അഥവാ വേണമെങ്കിൽ ഇത്തിരി ഓയിൽ ആക്കി കൊടുത്തോളൂ, എന്തായാലും ആവശ്യം വരില്ല കേട്ടോ. അപ്പൊ നല്ല തിന്നായിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം തിന്നാക്കി എടുക്കാൻ പറ്റുമോ, നേർമയാക്കി എടുക്കാൻ പറ്റുമോ അത്രയും നേർമയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ പൊട്ടിപ്പോന്ന് തോന്നുകയാണെങ്കിൽ അവിടെ അങ്ങ് നിർത്തിയാൽ മതി. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പാനിപൂരി പോലെ പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ ചെറിയ എന്താ പറയാ എന്തെങ്കിലും ഒരു കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളൊരു പാനിപൂരിന്റെ ഒക്കെ സൈസ് ഉണ്ടല്ലോ, കുഞ്ഞിപ്പൂരി, അപ്പൊ ആ ഒരു സൈസിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതെ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 5-6 എണ്ണൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം, എന്നാലേ 2 സൈഡ് നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനി പൊങ്ങി വരുമൊന്നുമില്ല, കാരണം നമ്മൾ അത് ഫോർക്ക് വെച്ച് കുത്തിയത് കൊണ്ട് തന്നെ. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളർ വേണമെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു കളർ മതിയെങ്കിൽ അത്രയും ചെയ്യാം. പക്ഷെ ക്രിസ്പി ആയിട്ട് ഇരിക്കണം. അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ഒട്ടും തന്നെ കുടിക്കില്ല, അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. കാരണം നമ്മൾ എണ്ണ ഒഴിച്ച് കുഴച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കുക.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്ന് ഇതേപോലത്തെ നല്ല കിടിലൻ റെസിപ്പീസ് കിട്ടാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.